സർ, നാടിനെ നടുക്കിയ ഒരു ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഇതിനൊരു തിരിച്ചടി ഉണ്ടാകില്ലേ? നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഈ ജേർണലിസത്തിൽ പഠിച്ച 6 Ws എന്നുള്ളതിന് പുറമെ ഏഴാമത്തെ ഒരു ഡബ്ല്യു, വാട്ട്സ് നെക്സ്റ്റ്, അതിൽ ഊന്നൽ നൽകേണ്ട ഒരു സന്ദർഭമാണിത്. ഇതിപ്പോൾ നടന്ന സംഭവങ്ങളെക്കുറിച്ച് പൊടിപ്പും തൊങ്ങലും വെച്ച് ധാരാളം നറേഷനുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. സെക്യൂരിറ്റി പരാജയം എന്ന് വരെ വിധി എഴുതിയ പത്രങ്ങളുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അത് അന്വേഷണങ്ങളിലൂടെ പുറത്തു വരുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ സത്യം നമുക്ക് ബോധ്യമാവുക തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്, ഒരുപക്ഷെ പരമപ്രധാനമാണ്. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്റ്റോറി ആരംഭിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ ആഗ്രഹിക്കും. ഒന്നാമത്, ഇന്ന് ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, രണ്ടാം ഘട്ടം. ഒന്നാം ഘട്ടത്തിൽ തന്നെ BJP ഉൾപ്പെടുന്ന NDA മേൽക്കൈ നേടിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന ധാരാളം സർവേകൾ, റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. നിയമവിരുദ്ധമാണത്, കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെയുള്ള ഈ സർവേകൾ അനുവദിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, പാകിസ്ഥാൻ്റെ ഇനി അവശേഷിക്കുന്ന ഭീകരത്താവളങ്ങളുടെ അന്ത്യം കുറിച്ചിരിക്കും അടുത്ത ഘട്ടത്തിൽ എന്നുള്ളതാണ്. ഇന്നോ നാളെയോ ഉണ്ടാവുമെന്നല്ല പറഞ്ഞത്, അതിൻ്റെ ആസൂത്രണം, അതിനുള്ള വാർ റൂം തുറന്നിരിക്കുകയാണ്. ഇപ്പോൾ അമിത്ഷാ പ്രധാനപ്പെട്ട ഇതിന് വേണ്ട ആളുകളുമായിട്ടുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ ചർച്ച നമ്മൾക്ക് ഒരു കാര്യം നിസ്സംശയമായിട്ട് പറയാൻ കഴിയും, ഇതിപ്പോൾ ഇന്ന് വരെ ഒരൊറ്റ സംഘടനയും ഈ കൊടും പാതകത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല. അതിൻ്റെ അർത്ഥം ഈ ഇങ്ങനെ ഏറ്റെടുക്കാതിരിക്കുന്ന ഭീരുക്കളെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഫിദായിൻ ഗ്രൂപ്പുകളാണ്. അവരൊരു കൊലപാതകവും ഒരു കൂട്ട കൊലപാതകവും തങ്ങളാണ് ചെയ്തതെന്ന് ഒരിക്കലും അവകാശപ്പെടാത്തൊരു ഗ്രൂപ്പാണ് ഫിദായിൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ ഫിദായിൻ ഗ്രൂപ്പിൻ്റെ തന്നെ മറ്റൊരു പ്രത്യേകതയും നമ്മൾ കാണുകയുണ്ടായി. അതായത് അവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാഹനങ്ങളിലാണ് സ്ഫോടനം ഉണ്ടാക്കുന്നത്. മറ്റു ഭീകര സംഘടനകളെല്ലാം തന്നെ ഇത് ചെയ്യുന്നത് നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ വെച്ചാണ്. നമ്മൾ നേരത്തെ കണ്ടതാണത്. അതായത് ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസ് നടത്താൻ പോകുന്ന ആ സന്ദർഭത്തിൽ ഒരു ഭീകരാക്രമണം ഉണ്ടാവുകയുണ്ടായി, പത്രക്കാർ നേരിട്ട് കണ്ടു. അതായത് ഒരു കാറിനകത്ത് ഉഗ്ര സ്ഫോടനശേഷിയുള്ള ഡിവൈസുകൾ വെച്ച്, ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ്, IED എന്നാണ് അതിന് ചുരുക്കപ്പേരിൽ പറയുന്നത്. ആ ഒരു സാധനം ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ ഭീകരമായിട്ടൊരു ആക്രമണം നടന്നു. വിദേശികളായ പത്രപ്രവർത്തകർ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ വന്നവരെ കൊല്ലുകയും ചെയ്തു. പത്രപ്രവർത്തകർ നേരിട്ട് കണ്ട നിർത്തിയിട്ടിരുന്ന വാഹനത്തിലാണ് ഉഗ്രസ്ഫോടനമുള്ള പ്രഷർ കുക്കർ പൊട്ടിത്തെറിച്ചത്. ആ തരത്തിലുള്ളതാണ് അവരുടെ. അത് ഫിദായിൻ്റെ അല്ല. ഫിദായിൻ എപ്പോഴും ചെയ്യുന്നത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാഹനത്തിലാണ്. ഏറ്റവും ശരിയായിട്ടുള്ള റിപ്പോർട്ട് ചിലർ പറഞ്ഞു നിർത്തിയിട്ടിരിക്കുന്ന വാഹനമെന്ന് ചില ചാനലുകൾ പറഞ്ഞെങ്കിലും ശരിക്കും ഇതൊരു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൽ നിന്നാണ് സംഭവിച്ചത്. അതായത് വളരെ സ്ലോലി, അത് വളരെ സ്ലോലി മൂവിങ്. അതേ പറ്റൂ. അവിടെ ഡൽഹിയിലെ ആ സമയത്ത് അവിടെ റെഡ് സിഗ്നലാണ്, അവിടെ പതുക്കെ വാഹനങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റൂ. വളരെയധികം വാഹനങ്ങൾ, 6:52 വൈകുന്നേരത്തെ സമയം, പീക്ക് ടൈമാണ്. അത്രമാത്രം ഇറ്റ്സ് എ മാഡ് സിറ്റി എന്ന് പറയുന്നത് പോലെ തന്നെ ആ തരത്തിലാണ് ആ ചാന്ദിനി ചൗക്ക് പരിസരങ്ങൾ, അതുപോലെ തന്നെ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ലാൽ ചൗക്ക് പരിസരങ്ങൾ, ആ സമയം റെഡ് ഫോർട്ടിന് അടുത്തുള്ള പ്രദേശമാണിത്. റെഡ് ഫോർട്ടിനടുത്തുള്ള ലാൽ ചൗക്ക് മെട്രോ സ്റ്റേഷന് അടുത്തായിട്ടാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ സാധാരണഗതിയിൽ ഇത് വലിയ ആൾക്കൂട്ടം ഉണ്ടാകേണ്ട ഒരു സന്ദർഭമായിരുന്നു. എന്നിട്ട് ഇത് 9 പേരിലേക്ക് ഒതുങ്ങി എന്നുള്ളത്, ഇതിന് തൊട്ടടുത്തൊരു ഗൗരി ശങ്കര ക്ഷേത്രമുണ്ട്. ഗൗരി ശങ്കര ക്ഷേത്രം എന്നാണ് പറയുക. ആ അമ്പലത്തിൻ്റെ മുമ്പിൽ വെച്ചാണ് സംഭവിച്ചത്. അപ്പോഴും വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായിരുന്നില്ല ലക്ഷ്യം. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള ചാന്ദിനി ചൗക്കാണ്. ചാന്ദിനി ചൗക്കിലേക്ക് ഇത് എത്തിയിരുന്നെങ്കിൽ ഇതിലുണ്ടാകുന്ന മരണമെന്ന് പറയുന്നത് ആയിരങ്ങളായിരുന്നേനെ, അതിനും അപ്പുറം കടന്നേനെ. പക്ഷെ അതിനു മുമ്പ് തന്നെ എന്തോ ദൈവാധീനത്താൽ ഇവിടെ, ഇത് ദൈവാധീനം എന്ന് പറയുമ്പോൾ ഈ 9 പേരുടെ മരണം അവഗണിച്ചുകൊണ്ടല്ല ഈ പറയുന്നത്. അതിൽ കുഞ്ഞുകുട്ടികളുമുണ്ട്. അത് ഗൗരവത്തിൽ കണ്ടുകൊണ്ട് തന്നെ ഇതിലും അധികം കുഞ്ഞുങ്ങൾ, അത് കൂടുതലും മുസ്ലിം കുടുംബങ്ങളിൽപ്പെട്ട കുഞ്ഞുങ്ങൾ തന്നെ മരിക്കാൻ ഇടയാകുമായിരുന്നു. ഇവിടെ അത് തന്നെ ഈ പ്രദേശങ്ങളിലെല്ലാം ഭൂരിപക്ഷം കടകളും നടത്തുന്നത് മുസ്ലിങ്ങളാണ്.
അപ്പോൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർ കൂടുതലും അവരുടെ കടകളിൽ നിന്ന് സാധനം വാങ്ങിക്കാൻ വരുന്നവരോ അല്ലെങ്കിൽ കടയുടമകളോ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു അപകടമാണ് അവർ കൊണ്ടുവന്നത്. അപ്പോൾ ഒരു ഫിദായിൻ ഗ്രൂപ്പിൻ്റെയാണ്. ഇതൊരു പ്രതികാരമാണ്. എന്തിൻ്റെ പ്രതികാരം? പഹൽഗാം ആക്രമണത്തിന് നമ്മൾ തിരിച്ചടിച്ചത് ലഷ്കർ ഇ തോയ്ബയുടെ താവളങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പ്രധാന പങ്കുവഹിച്ച 2 ഭീകരന്മാരെ ഇപ്പോൾ പാകിസ്ഥാൻ വളർത്തുന്നുണ്ട്. അതായത് ഒന്ന് മസൂദ് അസറിന് കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് സംഭവിച്ചത് അറിയാം നമുക്ക്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ പ്രധാന സഹോദരന്മാരും ഉൾപ്പെടെ മിക്കവരും കൊല്ലപ്പെട്ടു. ഇദ്ദേഹം ഒളിച്ചിരിക്കുകയായിരുന്നു ഒന്നത്. സാർ ഇപ്പൊ പറഞ്ഞ ഈ ഫിദായിൻ ആക്രമണ രീതി അത് ജെയ്ഷെ മുഹമ്മദിൻ്റെതാണ്. അപ്പോൾ ചാവേർ ആക്രമണത്തിന് ഇവർ നൽകിയിരിക്കുന്ന ഒരു പേര് തന്നെയാണ് ചാവേർ ആക്രമണം തന്നെ. പക്ഷെ അതിന് 2 തരത്തിലുള്ള ആക്രമണ രീതികളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് സ്വയം ബോംബുമായി ചെന്നുകൊണ്ട് പൊട്ടിത്തെറിക്കുക, ചാവേറാവുക. 2 ആയുധങ്ങളുമായി ചെന്നുകൊണ്ട് ശത്രുവിനോട് ഏറ്റുമുട്ടി സ്വാഭാവികമായിട്ട് ചെയ്യുന്നത്. ഇതിൽ ഇപ്പൊ നടത്തിയിട്ടുള്ളത്, അതായത് ഈ ഫിദായിൻ എന്ന് പറയുന്ന ഇതില് ആദ്യത്തെ രീതിയിലുള്ളതാണ് ഇപ്പൊ നടത്തിയിട്ടുള്ള ഒരു ആക്രമണം. അതേസമയം തന്നെ പാർലമെന്റ് പത്താൻകോട്ട് ആക്രമണം എന്ന് പറയുന്നത് 2ാമത്തെ വിഭാഗത്തിലാണ്. ഈ ഒരു രീതി അനുവർത്തിച്ചു വരുന്നത് ആക്ച്വലി ജെയ്ഷെ മുഹമ്മദ് ആണ്. ലഷ്കർ ഇ തോയ്ബ അല്ല, ജെയ്ഷെ മുഹമ്മദ് ആണ്. ഈ ഹാഫിസ് സയ്യിദിന്റെ ആക്രമണം എന്ന് എല്ലാവരും പറയുമ്പോഴും സാർ ഇപ്പൊ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, ഇത് ജെയ്ഷെ മുഹമ്മദിന്റെ കൂടെ ആകാനുള്ള സാധ്യതകളുണ്ട്. കാരണം എന്ന് പറഞ്ഞാല് ഈ മസൂദ് അസർ, ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ, മൂപ്പരുടെ ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇനി അവരുടെ കയ്യിലിരിപ്പുകൊണ്ടായിരിക്കും അത് കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടാകാറുണ്ട്. അപ്പൊ 2017 പുൽവാമയിൽ ഇതുപോലെ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നുണ്ടല്ലോ. ഈ ഏറ്റുമുട്ടലിന് ശേഷം 5 വർഷം പ്ലാൻ ചെയ്താണ് പഹൽഗാം അറ്റാക്ക് അവർ നടത്തുന്നത്. പ്രതികാരമായിരുന്നു അത്. അതെ, അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുന്നു. അപ്പൊ അതില് ഇതിന്റെ ഓപ്പറേഷൻസ് നടത്തിയിരുന്ന തൽഹ റഷീദിനെ ഇന്ത്യൻ സൈന്യം, അതായത് പുൽവാമയുടെ ആക്രമണം നടത്തിയിരുന്നതിന്റെ തലവനായിട്ടുള്ള തൽഹ റഷീദിനെ ഇന്ത്യൻ സൈന്യം തട്ടിയിരുന്നു. അതിനുള്ള പ്രതികാരമായിരുന്നു ഇത് ചെയ്യുന്നത്. അപ്പൊ പുൽവാമ സൂത്രധാരനായിട്ടുള്ള ഉമർ ഫാറൂഖിനെ പുൽവാമയ്ക്ക് ശേഷം 6 മാസത്തിന് ശേഷം കാശ്മീർ പോലീസും തട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് 5 വർഷം എടുത്ത് പ്ലാനിങ് ചെയ്തിട്ടാണ് ഈ പെഹൽഗാം അറ്റാക്ക് ഉണ്ടാകുന്നത് തന്നെ. അപ്പൊ ഇതിന് തിരിച്ചടി കൊടുത്തു നമ്മള്, ഓപ്പറേഷൻ സിന്ദൂർ. അതിൽ മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങൾ, സഹോദരി അടക്കം 10 പേരെ തട്ടി. അപ്പോൾ മസൂദ് അസർ ചെയ്ത ഒരു പ്രതികാരം, ആ പ്രതികാരം എന്ന് പറയുന്നത്, ഇതിപ്പോൾ പല സംഘടനകളുണ്ട്, നമ്മൾ കേട്ടിട്ടില്ലാത്ത പേരുകളുള്ള സംഘടനകളും ഉണ്ട്. ഇവർക്കെല്ലാം IS-ഉമായിട്ടും ബന്ധമുണ്ട്, അതുപോലെ തന്നെ അൽ ഖ്വയ്ദയുമായിട്ടും ബന്ധമുണ്ട്. അതിൻ്റെ പാകിസ്ഥാനിലെ ഗ്രൂപ്പുകളാണ്. അപ്പോൾ അവർ പാകിസ്ഥാൻ ഊട്ടി വളർത്തുന്ന, പാകിസ്ഥാൻ പരിശീലനം കൊടുത്ത 11 ക്യാമ്പുകൾ നമ്മൾ തകർത്തു. അതിൽ പലതും പ്രധാനപ്പെട്ടത് പലതും അന്നത്തേതിൽ 9 എണ്ണത്തോളം ഈ ലഷ്കർ ഇ തോയ്ബയുടേതായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മസൂദ് അസറിൻ്റെ ഫാമിലിയെ കംപ്ലീറ്റ് അദ്ദേഹം ഒഴിച്ച് ബാക്കി എല്ലാവരെയും ഈ ഇതിൽ ഓപ്പറേഷനിൽ കൊന്നു കഴിഞ്ഞു. മസൂദ് അസർ കരഞ്ഞുകൊണ്ടാണ് ഞാൻ സഹിച്ചു, പാകിസ്ഥാനിലേക്ക് അവർ വന്നത് എനിക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്തതാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ആ റിയാലിറ്റി ഉൾക്കൊള്ളാനേ കഴിഞ്ഞില്ല. അപ്പം ഇനി അടുത്ത അറ്റാക്ക് വരുന്നത് മസൂദ് അസറിനാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഒളിച്ചിരിക്കുകയായിരുന്നു. ഈ ഒളിച്ചിരിക്കുന്ന സമയത്ത് വേറൊരാളുണ്ട്, ഹാഫിസ് സയ്യിദ് എന്ന് പറഞ്ഞ് വേറൊരു ഭീകരനുണ്ട്. ഈ 2 ഭീകരന്മാരെയാണ് അവരെ ഉസാമ ബിൻ ലാദനെ പോലെ അവിടെ വളർത്തിക്കൊണ്ട് വരുന്നത്. ഇപ്പോൾ ഹാഫിസ് സയ്യിദിൻ്റെ അനുയായികൾ പറഞ്ഞ് അദ്ദേഹം വെറുതെ ഇരിക്കുകയല്ല, അദ്ദേഹം ആളുകളെ ബംഗ്ലാദേശിലേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്, ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യ പിടിച്ചെടുക്കാൻ എന്നാണ് പറഞ്ഞത്. ആ ആസൂത്രണത്തിൻ്റെ ഭാഗമായിരിക്കാനും സാധ്യതയുണ്ട്. കാരണം ഈ സംഘടനകളെല്ലാം വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നതെങ്കിലും IS-നാൽ സഹായിക്കപ്പെടുന്ന അതിഭീകരമായ സംഘടനകളാണ് ഇതെല്ലാം. അതായിരിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യ മുഴുവൻ ഒരു 2000-3000 പേരെ അവിടെ കൊന്നു കഴിഞ്ഞാൽ ചിത്രമങ്ങ് മാറും. ഇതിപ്പോൾ 9 പേരിൽ ഒതുങ്ങി. ആ ചിത്രം മാറിക്കഴിഞ്ഞാൽ ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധവും ശക്തമാക്കാൻ പറ്റും. ജൻസിയൊക്കെ കണ്ടില്ലേ, അതിൽ കൂടി ജോർജ് സൊറോസിൻ്റെ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്, വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞിട്ട്.
അങ്ങനെ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനും ഇവിടെ ഒരു ഭരണമാറ്റവും അട്ടിമറിയും നടത്താനുള്ള ആസൂത്രണം നടക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ചർച്ച ചെയ്ത് പറഞ്ഞത്. ഡീപ് സ്റ്റേറ്റിൻ്റെയും ജോർജ് സോറോസിൻ്റെയും വകയായിട്ട്. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, റോയുടെ. ഇതുപോലുള്ള രഹസ്യങ്ങളെക്കുറിച്ച് അതെ. നമ്മളെക്കാൾ കൂടുതൽ ആഴത്തിൽ അറിയാവുന്ന റോയുടെ മുൻ ചീഫായിട്ടുള്ള വിക്രം സൂദ്, അദ്ദേഹം എഴുതുന്ന പവർ ഗെയിംസ് എന്നുള്ള പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്നും വെറുതെ ആകാൻ വഴിയില്ല. അദ്ദേഹം പഠിച്ചിട്ട് പറയുന്നതാണ്. നമ്മളിത് കാണാതെ പറയുന്നതാണ്, അതെ. പഠിച്ചു പറയുന്നതല്ല, കാണാതെ നമ്മൾ ഊഹിച്ചു പറയുന്നതാണ്. പക്ഷേ അദ്ദേഹം ശരിയായ കൺക്ലൂഷൻ എത്തിയിരിക്കുകയാണ്. അപ്പം അദ്ദേഹം പറയുന്നത് പാകിസ്ഥാൻ വിൽ ബി ആൾവേസ് ബി ഡേഞ്ചറസ്. അതില്ലാതെ ഒരു പാകിസ്ഥാനെ കൊണ്ടുള്ള ശല്യം തുടരും. പക്ഷേ നരേന്ദ്രമോദി അത് സഹിച്ചുകൊണ്ട് മൻമോഹൻ സിംഗിനെ പോലെ നിഷ്ക്രിയനായിട്ടിരിക്കുന്ന ഒരാളല്ല. അതാണ് ഞാൻ പറഞ്ഞത്, വാട്ട് ഫോളോസ് നെക്സ്റ്റ് ഈസ് ദി എൻഡ് ഓഫ് മസദ് അസൂർ ആൻഡ് ഹാഫിസ് സയ്യിദ്. ഇവർ രണ്ടും ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം ഈ കലാപത്തിൻ്റെ ആഴം വളരെ കൂടുതലായിരിക്കും, തീവ്രത കൂടുതലായിരിക്കും. ഇതിപ്പോൾ ഇന്ത്യയുടെ ഇൻ്റലിജൻസിൻ്റെ ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധം കൊണ്ട് മാത്രമാണ് ഈ മരണം 9 ഒതുങ്ങിയത്. അല്ലെങ്കിൽ ആയിരക്കണക്കിനാകുമായിരുന്നു. നോക്കൂ, അന്ന് രാവിലെ തന്നെയാണ് ഇതുമായിട്ട് ബന്ധമുണ്ടെന്ന് ഇനിയും തെളിയാൻ പോകുന്ന 3 ഡോക്ടർമാർ, വിദ്യാഭ്യാസമില്ലാത്തവരൊന്നുമല്ല, ജമ്മു കാശ്മീരിൽ നിന്നുള്ള 3 ഡോക്ടർമാരെ IED സംവിധാനത്തോടുകൂടി അറസ്റ്റ് ചെയ്ത്. ആരാ അറസ്റ്റ് ചെയ്തത്? ജമ്മു ആൻഡ് കാശ്മീർ പോലീസാണ്. ഹരിയാനയിൽ വന്ന്, ഹരിയാന എന്ന് പറഞ്ഞാൽ ഫരീദാബാദിലാണ് കേട്ടോ, ഫരീദാബാദ് അതിനുള്ളിലാണ്. പിന്നെ ഡൽഹി, ഹരിയാന, ആ സംസ്ഥാനങ്ങളുടെ ഇടയ്ക്കായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് ഈ ഫരീദാബാദ് എന്ന് പറയുന്നത്. അവിടെയും പോപ്പുലേഷൻ കൂടുതലും മുസ്ലിങ്ങളുടേതായിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കണക്റ്റഡാണ്. അപ്പോൾ ഇതിനുള്ള ആഴത്തിൽ മുറിവേൽപ്പിക്കാൻ അല്ലെങ്കിൽ ബ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആസൂത്രണം നടന്നിരുന്നു. അത് പൊളിക്കാൻ കഴിഞ്ഞത് ഈ 3 ഡോക്ടർമാരുടെ അറസ്റ്റോട് കൂടിയാണ്. അല്ലെങ്കിൽ ഊഹിച്ചു നോക്കൂ, അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഈ എക്സ്പ്ലോസീവ്സും ഇതിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാനായിരുന്നു. നമ്മൾ കണ്ടിട്ടില്ല, ഈ ഓർക്കസ്ട്രയുടെ ആക്ഷനാണ് പലപ്പോഴും ഈ ഭീകരപ്രവർത്തനങ്ങളിൽ നടക്കുന്നത്. ഡൽഹിയിൽ നടക്കുന്നതോടൊപ്പം ഫരീദാബാദിൽ നടക്കും, ഫരീദാബാദിനോടൊപ്പം തന്നെ ഹരിയാനയിലും നടക്കും. അങ്ങനെ പല സ്ഥലങ്ങളിൽ ഒരുമിച്ച് നടക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് നടുങ്ങുന്ന ഒരു രാഷ്ട്രമായിട്ട് മാറി. ഇപ്പോൾ തന്നെ മാതൃഭൂമിയുടെ ക്യാപ്ഷൻ കൊടുത്ത് ഇന്ത്യ നടുങ്ങി. നെഗറ്റീവ് ക്യാപ്ഷൻസാണൊക്കെ. ഇത് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള തലക്കെട്ടുകളാണ്. കാരണം ഇന്ത്യ നടുങ്ങുകയല്ല, ഇത്രയും പേരെ കൊന്നു എന്നുള്ള ക്രൂരതയാണ് ആ ഹെഡ്ലൈനിലൂടെ പുറത്തു വരേണ്ടത്. അല്ല, ഇന്ത്യയെ നടുക്കി, ഇന്ത്യ വീർത്തു. അത് കണ്ട് സന്തോഷിക്കുന്ന ഏതോ പത്രമാണിതെന്നാണ് ഒരു ധാരണ ജനങ്ങളിൽ ഉണ്ടാക്കുക. അത് തീർച്ചയായിട്ടും തെറ്റായ പ്രവണത. ഇന്ത്യ നടുങ്ങിയിട്ടില്ല. ഇന്ത്യ ഇത് മുന്നിൽ കൂട്ടി കണ്ടു, മരണസംഖ്യ കുറച്ചു. അത് ഇൻ്റലിജൻസ് വിഭാഗത്തിന് നമ്മൾ ബിഗ് സല്യൂട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ നറേറ്റീവുകളായിട്ട് രാഹുൽ ഗാന്ധി ഇറങ്ങി വരും, ഇപ്പം ഇൻ്റലിജൻസ് പരാജയപ്പെട്ടു, നരേന്ദ്രമോദി രാജിവെക്കണം. അതിനടുത്ത് വരാൻ പോകുന്ന 3ാമത്തെ കാര്യം. ഇപ്പം 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന, നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷമാണ് NDAക്ക് ഇതിൻ്റെ ഒരു ബോണസായിട്ട് കിട്ടാൻ പോകുന്നത്, അതിൻ്റെ രാഷ്ട്രീയ ഫലം. ഇനി ഇതിൻ്റെ ജിയോ പൊളിറ്റിക്കൽ ഫലമെന്ന് പറയുന്നത് പാകിസ്ഥാനെ ആക്രമിക്കും, മസൂദ് അസറിനെയും ഹാഫിസ് സെയ്ദിനെയും ഇനി അവിടെ വെച്ച് പൊറുപ്പിക്കുകയില്ല. എന്തു വന്നാലും ശരി, ആണവ ഭീഷണി വന്നാലും ശരി, നരേന്ദ്രമോദി, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വന്ന് പറഞ്ഞാലും ശരി, അത് കേൾക്കുകയില്ല. കാരണം നരേന്ദ്രമോദി ഈസ് നരേന്ദ്രമോദി. ഒരു സംശയവും വേണ്ടാത്ത കാര്യമാണത്. അടങ്ങിയിരിക്കുന്ന ഒരാളുമല്ലാതെ എന്ത് നഷ്ടം വന്നാലും ശരി അത് ചെയ്തിരിക്കും, ഒരു സംശയവും വേണ്ട. ഭീകരരെക്കാൾ ഭീരുത്വമുള്ള ഒരു മനസ്സല്ല അദ്ദേഹത്തിൻ്റെ, ഉറച്ച നിശ്ചയദാർഢ്യമുള്ള വിൽ പവറുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം ഒരു മുരുക്കു മനുഷ്യൻ തന്നെ. അത് ചെയ്തിരിക്കും എന്നുള്ളതിന് സംശയമില്ല. അവൻ്റെ അന്ത്യമെടുത്തു. അത് നമ്മുടെ ഒരു ദൗത്യമാണ്. ഹമാസിൻ്റെ ഭീകരത, ഹെസ്ബുള്ളയുടെ ഭീകരത എങ്ങനെ ഇസ്രായേൽ ഇല്ലാതാക്കിയോ അതുപോലെ ഈ ഭീകരത ഇല്ലാതാക്കുക, തുടച്ചു നോക്കി ലോകത്തെ രക്ഷിക്കുക എന്നുള്ളൊരു ദൗത്യം ഇപ്പോൾ ഇന്ത്യയുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇന്ത്യക്ക് വേണ്ടി മാത്രമല്ല. കാരണം എന്താ, ഈ അറ്റാക്ക് നടന്നിരിക്കുന്നത് ഹിന്ദുക്കൾക്ക് നേരെയല്ല, മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശത്താണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ 100% ഉറപ്പാണ് ഇതേതെങ്കിലും മതത്തിനെതിരെയുള്ള ആക്രമണമായിരുന്നില്ല. പഹൽഗാമിലേത് അതായിരുന്നു. ഇത് ഇന്ത്യക്കെതിരെയുള്ള ആക്രമണമാണ്. കാരണം ഭൂരിപക്ഷം അവിടെ ഡെമോഗ്രഫി അനുസരിച്ച് മുസ്ലിങ്ങളാണ് കൂടുതൽ. അവിടെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അല്ല, ഇത് ക്ഷേത്രങ്ങളിലാണ്. ഇവിടെ ഗൗരീശങ്കർ ക്ഷേത്രമുണ്ട്, അവിടെയൊക്കെ പോകുന്നവർ വളരെ കുറവാണ്. അതിന് വേണ്ടിയിട്ടല്ല ഇത് ചെയ്തത്. മാർക്കറ്റ്, ചന്ദനി ചൗക്ക് മാർക്കറ്റ് അടുത്താണ്, അതിനടുത്ത് വെച്ചാണ് ഇത് നടന്നിരിക്കുന്നത്. മെട്രോ സ്റ്റേഷൻ, അതിലിപ്പോൾ ഹിന്ദുക്കൾ മാത്രമാണോ സഞ്ചരിക്കുന്നത്? അപ്പോൾ തെരഞ്ഞെടുപ്പിച്ച് പഹൽഗാമിൽ നടത്തിയതുപോലുള്ള ഒന്നല്ല ഇത്.
ഇന്ത്യക്കെതിരെയുള്ള ആക്രമണമാണ്. ഇന്ത്യക്കെതിരെയുള്ള ആക്രമണം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ 1/6 പോപ്പുലേഷനുള്ള ഒരു രാജ്യത്തിന് നേരെയാണ് ആക്രമണം എന്ന് പറഞ്ഞാൽ അത് ലോകത്തിന് നേരെയുള്ള ആക്രമണമാണ്. അത് അവസാനിപ്പിക്കുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഇത് അവസാനിപ്പിക്കണം. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ ഇതേ തീവ്രതയോടെ അനുവദിക്കരുത്. ആ ദൗത്യം മോദി ഏറ്റെടുത്തിരിക്കും. അതാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ 3 ഫലങ്ങളാണ് ഇതിൻ്റെ ഫലമായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാകാൻ പോകുന്നത്, ചലനങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.